Hello everyone, welcome back to another class. P block elements ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 വീഡിയോയിൽ നൈട്രജൻ ഫാമിലിയുടെ ഗ്രൂപ്പ് 15ൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് ഗ്രൂപ്പ് 15 എലമെൻറ്റ്സ് ദാറ്റ് ഈസ് നൈട്രജൻ ഫാമിലിയിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ് നൈട്രജൻ. നൈട്രജൻ്റെ അനോമലസ് പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നൈട്രജൻ ഫാമിലിയുടെ ഫസ്റ്റ് എലമെൻ്റ് ആണ് നൈട്രജൻ. അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രജൻ. നൈട്രജൻ അനോമലസ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. എന്താ അനോമലസ് പ്രോപ്പർട്ടി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള എലമെൻറ്റ്സ് നിന്ന് മെനി പ്രോപ്പർട്ടീസിൽ ഡിഫറൻസ് കാണിക്കുന്നു. നൈട്രജൻ ഡിഫർ ഇൻ മെനി പ്രോപ്പർട്ടീസ് ഓഫ് ദി റെസ്റ്റ് ഓഫ് ദ എലമെൻറ്റ്സ് ഓഫ് ദി ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ബാക്കിയുള്ള എലമെൻറ്റ്സ് നിന്ന് പല പ്രോപ്പർട്ടിയിലും നൈട്രജൻ എന്ത് കാണിക്കുന്നു? ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി കാണിക്കുന്നു. അതിൻ്റെ കാരണം, അങ്ങനെ നൈട്രജൻ അനോമലസ് പ്രോപ്പർട്ടീസ് കാണിക്കാനുള്ള കാരണം ഇറ്റ് സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി. നൈട്രജൻ അനോമലസ് ബിഹേവിയർ കാണിക്കാനുള്ള കാരണം അതിൻ്റെ നൈട്രജൻ്റെ സ്മാൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി. ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് നൈട്രജന് അനോമലസ് പ്രോപ്പർട്ടി കാണിക്കുന്നത്. അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റ്, അതിൽ ഡി ഓർബിറ്റൽ ഇല്ലാത്തതും നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ ഇൻ ഈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. നൈട്രജൻ്റെ വാലൻസ് ഷെല്ലിൽ ഡി ഓർബിറ്റൽ അവൈലബിലിറ്റി ഇല്ല. ബാക്കിയുള്ള എലമെൻസിനൊക്കെ ഡി ഓർബിറ്റൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് നൈട്രജൻ അനോമലസ് ബിഹേവിയർ കാണിക്കുന്നത്. എന്തൊക്കെയാണ് നൈട്രജൻ്റെ അനോമലസ് ബിഹേവിയർ, അനോമലസ് പ്രോപ്പർട്ടീസ്? ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ദ പ്രോപ്പർട്ടി ഓഫ് കാറ്റിനേഷൻ ഈസ് ലെസ് ഫോർ നൈട്രജൻ. കാറ്റിനേഷൻ എന്നുള്ള പ്രോപ്പർട്ടി എന്താ? കാറ്റിനേഷൻ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. സെൽഫ് ലിങ്കിങ് ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ സെൽഫ് ലിങ്കിങ് എബിലിറ്റിക്കാണ് എന്തെന്ന് പറയുന്നത്? കാറ്റിനേഷൻ എന്ന് പറയുന്നത്. ഈ കാറ്റിനേഷൻ എന്നുള്ള പ്രോപ്പർട്ടി ഈസ് ലെസ് ഫോർ നൈട്രജൻ. നൈട്രജൻ്റെ കേസിൽ കുറവാണ്. രണ്ടാമത്തെ കാരണം അനോമലസ് പ്രോപ്പർട്ടി ഡ്യൂ ടു ഹൈ ബോണ്ട് ഡിസോസിയേഷൻ എനർജി N2 ഈസ് ലെസ് റിയാക്റ്റീവ് ഇൻ ദ എലമെൻ്റൽ സ്റ്റേറ്റ്. നൈട്രജൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്താണ്? ഹൈ ആണ്. ബോണ്ട് ഡിസോസിയേഷൻ എനർജി, ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഹൈ എനർജി ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നൈട്രജൻ്റെ ഹൈ ബോണ്ട് ഡിസോസിയേഷൻ എനർജി, ഡ്യൂ ടു ഹൈ ബോണ്ട് ഡിസോസിയേഷൻ എനർജി N2 ഈസ് ലെസ് റിയാക്റ്റീവ് ഇൻ ദ എലമെൻ്റൽ സ്റ്റേറ്റ്. ബാക്കിയുള്ള എലമെൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ നൈട്രജന് ലെസ് റിയാക്റ്റീവ് ആണ് അതിൻ്റെ എലമെൻ്റൽ സ്റ്റേറ്റിൽ. മൂന്നാമത്തെ പോയിന്റ്, ഡി ഓർബിറ്റൽ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഡി ഓർബിറ്റൽ ഇല്ലാത്ത കാരണങ്ങൾ കൊണ്ട് തന്നെ നൈട്രജൻ ഡസ് നോട്ട് ഫോം പെൻറ്റാഹാലൈഡ്. നൈട്രജൻ എന്ത് ഫോം ചെയ്യുന്നില്ല? പെൻറ്റാഹാലൈഡ് ഫോം ചെയ്യുന്നില്ല. പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ഒരു പോയിന്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ള എലമെൻറ്റ്സ് എന്ത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോസ്ഫറസ് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? പെൻറ്റാഹാലൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നൈട്രജൻ്റെ അനോമലസ് പ്രോപ്പർട്ടീസ്. ഓക്കെ, ഫസ്റ്റ് നൈട്രജൻ്റെ കോമ്പൗണ്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോമ്പൗണ്ട്സ് ഓഫ് നൈട്രജൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങളുടെ ഫോക്കസ് പോയിന്റിൽ പറഞ്ഞിട്ടുള്ള പോയിൻ്റാണ് നൈട്രജൻ്റെ കോമ്പൗണ്ട് അമോണിയ. നൈട്രജൻ്റെ കോമ്പൗണ്ടാണ് അമോണിയ. അമോണിയ എങ്ങനെയാണ് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്നത്? അമോണിയ ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് എന്താ? ലബോറട്ടറി പ്രിപ്പറേഷൻ അമോണിയയുടെ ബൈ ഹീറ്റിംഗ് അമോണിയം സോൾട്ട് വിത്ത് സ്ട്രോങ് ആൽക്കലി. സ്ട്രോങ് ആൽക്കലിയുമായി അമോണിയം സോൾട്ട് ഹീറ്റ് ചെയ്തിട്ടാണ് അമോണിയ ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അമോണിയം സോൾട്ട്, അമോണിയം സൾഫേറ്റ്, അമോണിയൻ്റെ ഒരു സോൾട്ടാണ്. അമോണിയം സൾഫേറ്റിനെ ഒരു സ്ട്രോങ് ആൽക്കലി, ഫോർ എക്സാമ്പിൾ NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. അമോണിയം സൾഫേറ്റും അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു അമോണിയത്തിൻ്റെ സോൾട്ടാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആൽക്കലിയാണ്. ഇതുമായി റിയാക്ട് ചെയ്താൽ സോഡിയം സൾഫേറ്റും അമോണിയയും പ്ലസ് വാട്ടർ
ഓക്കെ, ഇതാണ് ലബോറട്ടറി പ്രിപ്പറേഷൻ. അപ്പോൾ എങ്ങനെയാണ് അമോണിയ ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഒരു പോയിന്റ് പഠിക്കാം. ഇനി ലാർജ് സ്കെയിലിൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സ്കെയിലിൽ അമോണിയ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്. അമോണിയ ഈസ് മാനുഫാക്ചർഡ് ബൈ ഹാബർ പ്രോസസ്സ്. അമോണിയ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിനൊരു പേരുണ്ട്. എന്താണ്? ഹാബർ പ്രോസസ്. ഈ ഒരു നെയിം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അമോണിയ കൊമേഴ്ഷ്യലി പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് ഹാബർ പ്രോസസ്. ഇക്വേഷൻ N2 plus 3H2 gives 2NH3. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. അമോണിയ ഹാബർ പ്രോസസ്സിൽ അമോണിയയുടെ പ്രിപ്പറേഷൻ N2 plus 3H2 gives 2NH3. അയൺ ഓക്സൈഡ് കാറ്റലിസ്റ്റ് 700 Kelvin 200 atm. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കൂ. N2 plus 3H2 gives 2NH3. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എന്താണ്? നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു? അമോണിയ ഫോം ചെയ്യുന്നു. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻ അക്കോർഡൻസ് വിത്ത് Le Chatelier പ്രിൻസിപ്പിൾ. Le Chatelier പ്രിൻസിപ്പിളൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. Le Chatelier പ്രിൻസിപ്പിൾ പ്രകാരം ഹൈ പ്രഷർ വുഡ് ഫേവർ ദ ഫോമേഷൻ ഓഫ് അമോണിയ. അമോണിയയുടെ ഫോമേഷൻ ഫേവർ ചെയ്യുന്നത് ഹൈ പ്രഷറാണ്. ഹൈ പ്രഷർ വുഡ് ഫേവർ ദ ഫോമേഷൻ ഓഫ് അമോണിയ. Optimum condition for the production of ammonia are pressure 200 atm and temperature 700 Kelvin. What are the optimum condition for the manufacture of ammonia in Habour process എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? 200 atm പ്രഷറും 700 Kelvin ടെമ്പറേച്ചറും. കാറ്റലിസ്റ്റ് അയൺ ഓക്സൈഡ് ആണ് കാറ്റലിസ്റ്റ്. വിത്ത് സ്മോൾ എമൗണ്ട് ഓഫ് K2O and Al2O3 to increase the rate of attainment of equilibrium. Rate of attainment of equilibrium കൂട്ടാൻ വേണ്ടി കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡിൻ്റെ കൂടെ സ്മോൾ എമൗണ്ട് K2O ആൻഡ് Al2O3 യൂസ് ചെയ്യുന്നുണ്ട്. സ്മോൾ എമൗണ്ട് ഓഫ് K2O ആൻഡ് Al2O3 എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ ഹാബർ പ്രോസസ്സിൽ നോട്ട് ചെയ്ത് വെക്കണം. ഇക്വേഷൻ മുന്നത്തെ സ്ലൈഡിൽ ഞാൻ പറഞ്ഞു. ഈ ഇക്വേഷൻ പഠിക്കുക. N2 plus 3H2 gives 2NH3. അയൺ ഓക്സൈഡ് 700 Kelvin 200 atm. ഓക്കെ, എക്സോതെർമിക് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ടെമ്പറേച്ചർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ പഠിക്കുക. ഇൻ അക്കോർഡൻസ് വിത്ത് Le Chatelier പ്രിൻസിപ്പിൾ ഹൈ പ്രഷർ വുഡ് ഫേവർ ദ ഫോമേഷൻ ഓഫ് അമോണിയ. സെക്കൻഡ് പോയിന്റ് പഠിക്കേണ്ടത് ഒപ്റ്റിമം കണ്ടീഷൻ പഠിക്കണം. 200 atm പ്രഷറും 700 Kelvinനും. കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ഓർക്കണം. അയൺ ഓക്സൈഡ് വിത്ത് സ്മോൾ എമൗണ്ട് ഓഫ് K2O ആൻഡ് Al2O3. ഇത്രയാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഇത്രയും പോയിൻറ്റ്സ് ആണ് നിങ്ങൾ ഹാബർ പ്രോസസ്സ് അമോണിയയുടെ മാനുഫാക്ചർ. കൊമേഴ്ഷ്യലി അമോണിയ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഇത്രയും കാര്യങ്ങൾ. കൊമേഴ്ഷ്യലി മാനുഫാക്ചർ ചെയ്യുന്ന അമോണിയ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഹാബർ പ്രോസസ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് അമോണിയയുടെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ അമോണിയ മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇനി അമോണിയയുടെ പ്രോപ്പർട്ടീസ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടി. അമോണിയ ഈസ് എ കളർലെസ് ഗ്യാസ് വിത്ത് പഞ്ചന്റ് ഓർഡർ. പഞ്ചന്റ് ഓർഡറുള്ള കളർലെസ് ഗ്യാസ് ആണ്. ഇറ്റ് ഈസ് ലൈറ്റർ ദാൻ എയർ. It is lighter than air. Second point, ammonia gas is highly soluble in water and the aqueous solution is basic. Ammonia highly soluble. Ammonia gas highly soluble in water ആണ്. അതിൻ്റെ aqueous solution എന്താവും? ബേസിക് ആവും. കാരണം അമോണിയ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് NH4+ OH- ആയിട്ട് മാറുന്നു. അതുകൊണ്ടാണ് എന്തായി മാറുന്നത്? aqueous സൊല്യൂഷൻ എന്താവുന്നത്? ബേസിക് ആവുന്നത്. നെക്സ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. സ്ട്രക്ചറൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അമോണിയയുടെ സ്ട്രക്ചർ എന്തായിരുന്നു? ട്രയഗണൽ ബൈപിരമിഡൽ വിത്ത് നൈട്രജൻ ആറ്റം ഇൻ ദ അപ്പെക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവിടെ അമോണിയയുടെ ഷേപ്പ് നിങ്ങൾ പിരമിഡൽ ഷേപ്പ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ sp3 ഹൈബ്രിഡൈസേഷനാണ്. ബോണ്ട് ആംഗിളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ,
Next, chemical properties. The presence of lone pair of electron on the nitrogen atom make ammonia is a Lewis base. Important ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്താ ചോദ്യം വരിക? അമോണിയ ആക്ട് ആസ് എ ലൂയിസ് ബേസ്. അമോണിയ ലൂയിസ് ബേസ്. വൈ ഡസ് അമോണിയ ആക്ട് ആസ് എ ലൂയിസ് ബേസ്? എന്താ നിങ്ങൾ ആൻസർ പറയേണ്ടത്? ദ പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഓൺ ദ നൈട്രജൻ ആറ്റം. നിങ്ങൾ അമോണിയൻ്റെ സ്ട്രക്ചർ വരച്ചിട്ടുണ്ട് അല്ലേ? ആ അമോണിയയിൽ നൈട്രജൻ്റെ മേലെ എന്ത് പ്രസൻ്റ് ആണ്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ പ്രസൻ്റ് ആണ്. അതാണ് എന്താ ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. Therefore it forms a coordinate linkage with metal ionides to form complex. ഈ ലൂയിസ് കോർഡിനേറ്റ് ലിങ്കേജ്, ഈ ലോൺ പെയർ ഇറ്റ് ഫോംസ് കോർഡിനേറ്റ് ലിങ്കേജ് വിത്ത് മെറ്റൽ അയൺ ടു ഫോം കോംപ്ലക്സ്. അതുകൊണ്ട് തന്നെ മെറ്റൽ അയണുമായിട്ട് ഒരു കോർഡിനേറ്റ് ലിങ്ക് ഫോം ചെയ്തിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? അമോണിയക്കുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ കോപ്പറിൻ്റെ സോൾട്ട് സൊല്യൂഷൻ ഗീവ് ഡീപ്പ് ബ്ലൂ കളർ വെൻ ട്രീറ്റഡ് വിത്ത് എക്സസ് അമോണിയ. അമോണിയയുമായിട്ട് കോപ്പർ സോൾട്ട് സൊല്യൂഷൻ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യുന്നു? ഒരു ഡീപ്പ് ബ്ലൂ കളർ ഫോം ചെയ്യുന്നു. ഓക്കെ, എന്തൊക്കെയാണ് പറഞ്ഞത്? അമോണിയ ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. കാരണം ദ പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഓൺ ദി നൈട്രജൻ ആറ്റം മേക്സ് ammonia is a Lewis base. Therefore, it forms a coordinate linkage with metal ions to form complex. Okay. Next, ammonia uses of ammonia. Ammonia is used to produce various nitrogenous fertilizers. Ammonia എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? വേരിയസ് നൈട്രോജീനിയസ് ഫെർട്ടിലൈസേഴ്സ് ലൈക്ക് യൂറിയ, അമോണിയം സൾഫേറ്റ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അമോണിയ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് സം ഇനോർഗാനിക് നൈട്രജൻ കോമ്പൗണ്ട്. ഇനോർഗാനിക് നൈട്രജൻ കോമ്പൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആരുപയോഗിക്കുന്നുണ്ട്? അമോണിയ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിക്വിഡ് അമോണിയ ഈസ് യൂസ്ഡ് ആസ് എ റെഫ്രിജറൻറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. നാലാമത്തെ ഒരു പോയിന്റ് വേണമെങ്കിൽ അമോണിയ ഈസ് യൂസ്ഫുൾ ഇൻ ലബോറട്ടറി റിയേജൻറ്റിൽ അമോണിയ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് അമോണിയയുടെ യൂസസ്. ഓക്കെ, അപ്പോൾ അമോണിയ പ്രിപ്പറേഷൻ പഠിക്കണം, അമോണിയയുടെ പ്രോപ്പർട്ടീസ് പഠിക്കും, യൂസസ്, ഇത്രയും കാര്യങ്ങൾ. നെക്സ്റ്റ്, നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ HNO3. നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഓക്സോ ആസിഡ് ഓഫ് നൈട്രജൻ. നൈട്രജൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓക്സോ ആസിഡാണ് എന്ത്? നൈട്രിക് ആസിഡ്. അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നൈട്രജൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓക്സോ ആസിഡ് ഓഫ് നൈട്രജൻ ഈസ് നൈട്രിക് ആസിഡ്. ചിലപ്പോൾ ഇങ്ങനെയാവും ക്വസ്റ്റ്യൻ ചോദിക്കുക, വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓക്സോ ആസിഡ് ഓഫ് നൈട്രിക് ആസിഡ്. വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓക്സോ ആസിഡ് ഓഫ് നൈട്രജൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, ഹൗ ഇറ്റ് ഈസ് പ്രിപ്പയർഡ്. അപ്പോൾ ഏതാണെന്ന് പറയാതെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കണം, നൈട്രജൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓക്സോ ആസിഡാണ് നൈട്രിക് ആസിഡ്. ഇനി എങ്ങനെയാണ് നൈട്രിക് ആസിഡ് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്നത്? ഇറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് sodium or potassium nitrate with concentrated sulfuric acid in a glass retort. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് സോഡിയം നൈട്രേറ്റിനെയോ അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റിനെയോ ട്രീറ്റ് ചെയ്താൽ ലബോറട്ടറിയിൽ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും? നൈട്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ ലാർജ് സ്കെയിലിൽ പ്രിപ്പയർ ചെയ്യാൻ ഈ മെത്തേഡ് പോരാ. ലാർജ് സ്കെയിലിൽ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ് ഓസ്റ്റ്വാൾഡ്സ് പ്രോസസ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ മുന്നേ വേറൊരു മാനുഫാക്ചറിങ് പഠിച്ചു, ഹാബർ പ്രോസസ്സ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ മാനുഫാക്ചറിങ് ആണ് ഓസ്റ്റ്വാൾഡ്സ് പ്രോസസ്സ്. അമോണിയ, ഹാബർ, നൈട്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ്. എങ്ങനെയാണ്? ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് അപ്പോൺ ദി
കാറ്റലിറ്റിക് ഓക്സിഡേഷൻ ഓഫ് അമോണിയ ബൈ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ. എങ്ങനെയാണ് ഈ മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യുന്നത്? അമോണിയനെ കാറ്റലിറ്റിക് ഓക്സിഡേഷൻ നടത്തിയിട്ട്, കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട് കാറ്റലിറ്റിക് ഓക്സിഡേഷൻ നടത്തിയിട്ട് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? നൈട്രിക് ആസിഡ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അമോണിയ, NH3 പ്ലസ് O2 എയർ, പ്ലാറ്റിനം അതുപോലെ തന്നെ കാറ്റലിസ്റ്റ്, പ്ലാറ്റിനം കാറ്റലിസ്റ്റ് 500 കെൽവിൻ 9 ബാർ പ്രഷർ. പ്ലാറ്റിനം കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ അമോണിയനെ ഓക്സിഡേഷൻ നടത്തുമ്പോൾ എന്ത് ഫോം ചെയ്യുന്നു? NO ഫോം ചെയ്യുന്നു. അമോണിയ ഓക്സിഡൈസ് ചെയ്യുന്നു. NH3 എന്ത് ചെയ്യുന്നു? ഓക്സിഡൈസ് ചെയ്തിട്ട് NH3 എന്തായി മാറുന്നു? NO ആയി മാറുന്നു. നൈട്രിക് ഓക്സൈഡ്. ഫസ്റ്റ് ഇക്വേഷൻ. 3 ഇക്വേഷനാണ് നിങ്ങൾ ഓസ്റ്റ്വാൾഡ് ചോദിച്ചാൽ എഴുതേണ്ടത്. ഒന്നാമത്തെ ഇക്വേഷൻ അമോണിയ പ്ലസ് ഓക്സിജൻ എയറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാറ്റലിസ്റ്റ്, പ്ലാറ്റിനം കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ അമോണിയ ഓക്സിഡേഷൻ നടന്നിട്ട് അമോണിയക്ക് ഓക്സിഡേഷൻ നടന്നിട്ട് എന്തായി മാറുന്നു? നൈട്രിക് ഓക്സൈഡായി മാറുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ നൈട്രിക് ഓക്സൈഡ് ഫർദർ ഓക്സിഡൈസ്ഡ് ടു NO2. അതായത് നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്തത് എഗൈൻ കമ്പൈൻ വിത്ത് ഓക്സിജൻ ഗിവിങ് NO2. അതായത് NO ആയത് NO പിന്നെ ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് NO2 ആയി മാറി. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഈ NO2 അതായത് നൈട്രജൻ ഡയോക്സൈഡ് സോ ഫോംഡ് ഡിസോൾവ്സ് ഇൻ വാട്ടർ ടു ഗീവ് HNO3 ആയി മാറുന്നു. NO2 വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് HNO3 ഫോം ചെയ്യുന്നു. കൂടെ എന്നുകൂടി ഫോം ചെയ്യുന്നുണ്ട്? NO. ഈ NO ഫോം ചെയ്യുന്നത് റീസൈക്കിൾ ചെയ്തിട്ട് ആൻഡ് ദ അക്വസ് HNO3 ക്യാൻ ബി കോൺസെൻട്രേറ്റഡ് ബൈ, ഇവിടെ NO റീസൈക്കിൾ ചെയ്യാം. അക്വസ് HNO3 ക്യാൻ ബി കോൺസെൻട്രേറ്റഡ് ബൈ ഡിസ്റ്റിലേഷൻ അപ് ടു 68% ബൈ മാസ്. എത്രത്തോളം ഡിസ്റ്റിലേഷൻ നടത്തുന്നു? 68% ബൈ മാസ്. ഫർദർ കോൺസെൻട്രേഷൻ ടു 98% ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഡീഹൈഡ്രേഷൻ വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു 3 സ്റ്റെപ്പാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സിൽ പഠിക്കേണ്ടത്. നന്നായി പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നൈട്രിക് ആസിഡിൻ്റെ കമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ, ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ്. ക്ലിയർ ആണല്ലോ? ഇനി നൈട്രിക് ആസിഡിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഇറ്റ് ഈസ് എ കളർലെസ് ലിക്വിഡ്. ലബോറട്ടറി ഗ്രേഡ് നൈട്രിക് ആസിഡ് കണ്ടെയ്ൻ 68% ഓഫ് HNO3 ബൈ മാസ്. നമ്മൾ കഴിഞ്ഞ പ്രിപ്പറേഷനിൽ പറഞ്ഞു ലബോറട്ടറി ഗ്രേഡ് നൈട്രിക് ആസിഡിൽ എത്രയാണ്? 68% ഓഫ് HNO3 ബൈ മാസ്. Gaseous state HNO3 exists as a planar molecule. In aqueous solution, nitric acid behave as a strong acid giving hydronium and nitrate ion. Aqueous solutionൽ നൈട്രിക് ആസിഡ് എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നു? ഒരു സ്ട്രോങ് ആസിഡായിട്ട് ബിഹേവ് ചെയ്യുന്നു. ഗിവിങ് ഹൈഡ്രോണിയം ആൻഡ് നൈട്രേറ്റ് അയൺ. HNO3 വാട്ടറുമായി പ്രവർത്തിച്ചിട്ട്, അതായത് അക്വ സൊല്യൂഷനിൽ എടുക്കുമ്പോൾ H3O പ്ലസും നൈട്രേറ്റ് അയണും തരുന്നു, ഹൈഡ്രോണിയം അയണും നൈട്രേറ്റ് അയണും തരുന്നു. അതുകൊണ്ട് തന്നെ നൈട്രിക് ആസിഡ് ബിഹേവ് ആസ് എ സ്ട്രോങ് ആസിഡ്. നൈട്രിക് ആസിഡ് എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നു? സ്ട്രോങ് ആസിഡായിട്ട് ബിഹേവ് ചെയ്യുന്നു. ഇൻ അക്വ സൊല്യൂഷൻ നൈട്രിക് ആസിഡ് ബിഹേവ് ആസ് എ സ്ട്രോങ് ആസിഡ് ഗിവിങ് ഹൈഡ്രോണിയം അയൺ ആൻഡ് നൈട്രേറ്റ് അയൺ. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി ഓക്സിഡൈസിങ് ആക്ഷൻ. നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ഇറ്റ് ഓക്സിഡൈസസ് മെനി നോൺ മെറ്റൽസ് ആൻഡ് മെറ്റൽസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. അത് നോൺ മെറ്റൽസിനെയും അതുപോലെ തന്നെ മെറ്റൽസിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. ആദ്യം നോൺ മെറ്റൽസിൻ്റെ ഓക്സിഡേഷൻ നോക്കാം. Concentrated nitric acid oxidizes many nonmetals to the
കറസ്പോണ്ടിങ് ഓക്സോ ആസിഡ്. നോൺ മെറ്റൽസിനെ കറസ്പോണ്ടിങ് എന്താക്കി മാറ്റുന്നു? ഓക്സോ ആസിഡ് ആക്കി മാറ്റുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൾഫർ നൈട്രിക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്യുന്നു. അയോഡിൻ അയോഡിക് ആസിഡായിട്ട് മാറുന്നു. ഫോസ്ഫറസ് ഫോസ്ഫോറിക് ആസിഡായിട്ട് മാറുന്നു. കാർബൺ ഈസ് ഓക്സിഡൈസ്ഡ് ടു കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്. കാർബണിനെ നൈട്രിക് ആസിഡ് ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആയിട്ട് മാറുന്നു. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നൈട്രിക് ആസിഡ് ഓക്സിഡൈസസ് മെനി നോൺ മെറ്റൽസ് ടു ദി കറസ്പോണ്ടിങ് ഓക്സോ ആസിഡ്സ്. ഓക്കെ, ഇനി മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യും. നമ്മളിപ്പോൾ പറഞ്ഞത് നോൺ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ കറസ്പോണ്ടിങ് ഓക്സോ ആസിഡ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. ഇനി മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നൈട്രിക് ആസിഡ് റിയാക്ട് വിത്ത് number of metals and the product of reaction depend upon the nature of metal, concentration of acids and temperature. Nitric acid number of metals റിയാക്ട് ചെയ്യുന്നുണ്ട്. പ്രോഡക്റ്റ് ഓഫ് റിയാക്ഷൻ, അങ്ങനെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നൈട്രിക് ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റിൻ്റെ ഫോർമേഷൻ മെറ്റലിൻ്റെ നാച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആസിഡിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചറിനെ. ജനറലി ദ പ്രിൻസിപ്പൽ പ്രോഡക്റ്റ് ഈസ് നൈട്രിക് ഓക്സൈഡ് വെൻ ഡൈലൂട്ട് HNO3. സാധാരണ ഗതിയിൽ ഡൈലൂട്ട് നൈട്രിക് ആസിഡുമായിട്ടാണ് മെറ്റൽ റിയാക്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ നൈട്രിക് ഓക്സൈഡാണ് പ്രിൻസിപ്പൽ പ്രോഡക്റ്റ് ഉണ്ടാവാറ്. അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡാണ് ഉപയോഗിച്ചത് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രിൻസിപ്പൽ പ്രോഡക്റ്റ് നൈട്രജൻ ഡയോക്സൈഡാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, നന്നായി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്താ പറഞ്ഞത്? ജനറലി ദ പ്രിൻസിപ്പൽ പ്രോഡക്റ്റ് ഈസ് നൈട്രിക് ഓക്സൈഡ് വെൻ ഡൈലൂട്ട് HNO3 ഈസ് യൂസ്ഡ്. ഡൈലൂട്ട് HNO3 യൂസ് ചെയ്താൽ നൈട്രിക് ഓക്സൈഡാണ് പ്രിൻസിപ്പൽ പ്രോഡക്റ്റ്. കോൺസെൻട്രേറ്റഡ് HNO3 യൂസ് ചെയ്താൽ നൈട്രജൻ ഡയോക്സൈഡ് ആണ് എന്ത് പ്രൊഡക്റ്റ്. ഓക്കെ, ഇക്വേഷൻ നോക്കാം. ആദ്യം റിയാക്ഷൻ വിത്ത് ഡൈലൂട്ട് നൈട്രിക് ആസിഡ്. ഡൈലൂട്ട് നൈട്രിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ പറഞ്ഞു. ഡൈലൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആണ്. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പ്രിൻസിപ്പൽ പ്രോഡക്റ്റ് ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ? റിയാക്ഷൻ വിത്ത് ഡൈലൂട്ട് നൈട്രിക് ആസിഡ്. മെറ്റൽസ് സച്ച് ആസ് സിങ്ക്, ടിൻ and iron react with the dilute nitric acid, form corresponding nitrate and nitrous oxide. ഇവിടെ എന്താ ഫോം ചെയ്യുന്നത്? കറസ്പോണ്ടിങ് നൈട്രേറ്റ് ഉണ്ടാവും, അതിൻ്റെ കൂടെ നൈട്രസ് ഓക്സൈഡ് ആണ്. ഏതൊക്കെ മെറ്റലാണ്? സിങ്ക്, ടിൻ ആൻഡ് അയൺ. ഇക്വേഷൻ നോക്കൂ. സിങ്ക് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ, ഡൈലൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ സിങ്ക് നൈട്രേറ്റ് കറസ്പോണ്ടിങ് ഏത് മെറ്റലുമായിട്ടാണോ റിയാക്ട് ചെയ്തത് അതിൻ്റെ നൈട്രേറ്റും കൂടെ നൈട്രസ് ഓക്സൈഡ് N2O ആണ് ഫോം ചെയ്ത്. ഇനി ലെസ് ആക്റ്റീവ് മെറ്റൽസ് ആയ ലെഡ്, സിൽവർ, കോപ്പർ ഇതാണ് ഡൈലൂട്ട് നൈട്രിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ അവിടെ കറസ്പോണ്ടിങ് നൈട്രേറ്റും കൂടെ നൈട്രിക് ഓക്സൈഡാണ് ഫോം ചെയ്യുന്നത്. ഇവിടെ നൈട്രസ് ഓക്സൈഡാണ്. അതിന് പകരം ഇവിടെ ഫോം ചെയ്ത് ലെസ് ആക്റ്റീവ് മെറ്റൽസ് ആണ് റിയാക്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ നൈട്രസ് ഓക്സൈഡിന് പകരം നൈട്രിക് ഓക്സൈഡാണ്. കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. കോപ്പറാണ് ഒരു ലെസ് റിയാക്റ്റീവ് മെറ്റലുമായിട്ട് ഡൈലൂട്ട് നൈട്രിക് ആസിഡ് റിയാക്ട് ചെയ്താൽ കോപ്പറിൻ്റെ നൈട്രേറ്റും കൂടെ നൈട്രിക് ഓക്സൈഡുമാണ് ഫോം ചെയ്തത്. ക്ലിയർ ആയിട്ട് പഠിക്കണം കേട്ടോ. ഇനി കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ടാണ് റിയാക്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ മെറ്റൽസ് സച്ച് ആസ് lead, silver, copper and zinc react with the concentrated nitric acid to form corresponding nitrate and nitrogen dioxide. നേരത്തെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ പ്രിൻസിപ്പൽ പ്രോഡക്റ്റ് നൈട്രജൻ ഡയോക്സൈഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സിങ്ക് പ്ലസ് നൈട്രിക് ആസിഡ് ഗിവ്സ്
കറസ്പോണ്ടിങ് നൈട്രേറ്റും കൂടെ നൈട്രജൻ ഡയോക്സൈഡ് ഫോം ചെയ്യും. ഇവിടെ നൈട്രിക് ഓക്സൈഡാണ് ഫോം ചെയ്തത്. കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ നൈട്രജൻ ഡയോക്സൈഡ് ആണ് ഫോം ചെയ്യുക. നോക്കൂ, കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്താൽ കോപ്പർ നൈട്രേറ്റും നൈട്രജൻ ഡയോക്സൈഡും എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് റിയാക്ട് ചെയ്തതെന്ന്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്, നൈട്രിക് ആസിഡിൻ്റെ റിയാക്ഷൻസ്. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഡയലൂട്ട് ആണെങ്കിൽ പ്രൊഡക്റ്റ് കറസ്പോണ്ടിങ് നൈട്രേറ്റും നൈട്രിക് ഓക്സൈഡും. ഈ 3 മെറ്റലിൻ്റെ കേസിൽ നൈട്രസ് ഓക്സൈഡാണ്. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആണെങ്കിൽ കറസ്പോണ്ടിങ് നൈട്രേറ്റും നൈട്രജൻ ഡയോക്സൈഡും ആണ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ, ഇനി മെറ്റൽസ് സച്ച് ആസ് അയേൺ, അലുമിനിയം ആൻഡ് ക്രോമിയം ആർ made passive by concentrated nitric acid. The passivity, passive എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനേർട്ട്നെസ്. ഈ മെറ്റൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇനേർട്ട്നെസ് ആണ് കാണിക്കുന്നത്. കാരണം due to the formation of protective layer of metal oxide on the surface of a metal. ആ മെറ്റലിൻ്റെ സർഫസിൽ ഒരു മെറ്റൽ ഓക്സൈഡിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഫോം ചെയ്യുന്നതുകൊണ്ട് ഈ ലെയർ പ്രിവെൻറ്റ് ദ ആക്ഷൻ ഓഫ് മെറ്റൽ, നൈട്രിക് ആസിഡുമായിട്ടുള്ള ആക്ഷൻ അവിടെ പ്രിവെൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ എന്ത് കാണിക്കുന്നത്, ഒരു ഇനേർട്ട്നെസ് കാണിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മെറ്റൽസ് അയേണ്, അലുമിനിയം അതുപോലെ ക്രോമിയം കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് ഇനേർട്ട്നെസ് കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് മെറ്റൽ ഓക്സൈഡ് ഓൺ ദ സർഫസ് ഓഫ് എ മെറ്റൽ. മെറ്റലിൻ്റെ സർഫസിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ, മെറ്റൽ ഓക്സൈഡിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഫോം ചെയ്യുന്നതുകൊണ്ട് ഈ ലെയർ പ്രിവെൻറ്റ് ദ ഫർദർ ആക്ഷൻ ഓൺ ദി മെറ്റൽ. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിനായിട്ടും അതുപോലെ തന്നെ ഡയലൂട്ട് നൈട്രിക് ആസിഡിനായിട്ടുള്ള മെറ്റലിൻ്റെ റിയാക്ഷൻ കൃത്യമായി നിങ്ങൾ പഠിക്കുക. ഇനി യൂസസ് ഓഫ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞു, പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഇനി യൂസസും കൂടിയാണ് പഠിക്കാനുള്ളത്. നൈട്രിക് ആസിഡ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് അമോണിയം നൈട്രേറ്റ് ഫോർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് അതർ നൈട്രേറ്റ്. ഫെർട്ടിലൈസേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ അമോണിയം മാനുഫാക്ചർ ഓഫ് അമോണിയം നൈട്രേറ്റ്. Nitric acid is used in the manufacture of ammonium nitrate. It is used to prepare explosive such as nitroglycerin, trinitrotoluene. അങ്ങനെ എക്സ്പ്ലോസീവ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കോമൺ ആയിട്ടുള്ള ലബോറട്ടറി റിയേജൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റഡ് HCl-ഉം 1:3 റേഷ്യോയിൽ എടുത്താൽ അതിന് പറയുന്ന പേരാണ് അക്വാറീജിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിൽ മോബിൾ മെറ്റൽസ് ലൈക്ക് ഗോൾഡ് ഒക്കെ ഇതിൽ ഡിസോൾവ്. എന്താണ് അക്വാറീജിയ? അക്വാറീജിയ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റഡ് HCl-ഉം 1:3 റേഷ്യോയിൽ എടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അക്വാറീജിയ എന്ന് പറയുന്നത്. എന്തിനു യൂസ് ചെയ്യുന്നതാണ്? വിച്ച് ഇസ് യൂസ്ഡ് ടു ഡിസോൾവ് നോബിൾ മെറ്റൽ ലൈക്ക് ഗോൾഡ്. ഗോൾഡ് ഈ അക്വാറീജിയയിൽ എന്താണ്? ഡിസോൾവ് ആണ്. ഇത്രയാണ് നൈട്രിക് ആസിഡിൻ്റെ യൂസസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നന്നായി പഠിക്കുക. താങ്ക് യു.